ഹലോ, എല്ലാവർക്കും എസ്റേ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഹാൻഡ് പിക്ക് ആയിട്ടുള്ള കുറച്ച് സാരീസ് കാണിക്കാനായിട്ടാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ കുറേ വീഡിയോസിൽ ഓർഗൻസ സാരീസിന്റെ പല വെറൈറ്റീസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സാരീസിന്റെ കളർ ചേഞ്ച് ആണ്. അപ്പം നമുക്ക് സാരീസ് എല്ലാം കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഒരു സാരിയാണ്. ഇതിൻ്റെ ഒരു 3 ഷെയ്ഡ്സ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലാവൻഡർ, ഗ്രീൻ, പീച്ച് ഷെയ്ഡ്സ് ഒക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം സാരി തന്നെ ഇതിൻ്റെ പുതിയൊരു ഷെയ്ഡ് വന്നിരിക്കുന്നത് നമുക്ക് പിങ്ക് ഷെയ്ഡ്. ഇതിനകത്ത് ആ പിങ്ക് ഓഫ് വൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഫുൾ ബോർഡറിൽ കൂടെയുള്ള എംബ്രോയിഡറി എൻഡ് വശം ഇതുപോലെ കട്ട് വർക്ക് ഫിനിഷിലും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒത്തിരി എൻക്വയറീസ് ഒക്കെ വന്നിട്ടുള്ള ഒരു നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള ഒരു സാരിയാണിത്. ഒത്തിരി ആൾക്കാരും നമ്മുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ട് ഇതുപോലത്തെ സാരീസ് ഓർഡർ ചെയ്യാറ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഫംഗ്ഷനൊക്കെ ഉടുക്കാനായിട്ട് ഒരു സിമ്പിൾ ലുക്കും വേണം, എന്നാൽ കുറച്ചൊരു നല്ലൊരു ബ്രൈറ്റ് എല്ലാവരിലും നമ്മൾ ഒന്ന് എടുത്തു നിൽക്കുന്ന പോലത്തെ ഒരു കളക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ചോയ്സ് ആയിരിക്കും ഈ ഒരു പാറ്റേൺ. നല്ല ഫുൾ ബോഡിയിലും ഈ ഒരു ബോർഡർ ഇതുപോലത്തെ തിക്കറായിട്ടുള്ള എംബ്രോയിഡറി ഡിസൈൻസും അതിൻ്റെ കൂടെ ഈ ഒരു കട്ട് വർക്ക് ഫിനിഷും ഒക്കെ വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും ഈ സാരി ഉടുത്ത് കാണാനായിട്ട്. അതുപോലെ ഇതിൻ്റെ ഫുൾ ബോഡി പോർഷനിൽ വരുമ്പോഴത്തേനും ഇതുപോലത്തെ ചെറിയ മോട്ടീവ്സും ലീവ്സ് പോലത്തെ ചെറിയ മോട്ടീവ്സും ഉണ്ട്. ഓർഗൻസ മെറ്റീരിയൽ ഓൾറെഡി എല്ലാവർക്കും അറിയാം, കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. നമുക്കിത് പക്ഷേ ഇത് സിംഗിൾ ഫ്ലീറ്റിൽ ഉടുക്കുന്നവരും ഉണ്ട്, അതുപോലെ ഫ്ലീറ്റഡ് ആയിട്ട് ഉടുക്കുന്നവരും ഉണ്ട്. ഫ്ലീറ്റഡ് ആകുമ്പം ഇത് കണ്ടോ, നമ്മളിത് മടക്കി, അതായത് ഫ്ലീറ്റഡ് ആയിട്ട് ഉടുക്കുമ്പം ഇത് ട്രാൻസ്പെറൻ്റ് ആവത്തില്ല. ഇത് കണ്ടോ, ട്രാൻസ്പെറൻ്റ് ആവത്തില്ല. അങ്ങനെ ആ ട്രാൻസ്പെറൻസി വേണ്ടാന്നുള്ളവർക്ക് ഇത് ഫ്ലീറ്റഡ് ആയിട്ട് കൊടുക്കാം. ഫ്ലീറ്റഡ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റ് പോർഷൻ ഒക്കെ ഏകദേശം ഫുൾ ഈ ഒരു എംബ്രോയിഡറി വരുന്ന പോലെ, അതായത് 2 വശത്തും 2 ബോർഡറിലും എംബ്രോയിഡറി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫ്ലീറ്റഡ് ഒക്കെ ആകുമ്പോൾ ചെസ്റ്റ് പോർഷൻ ഒക്കെ നിറഞ്ഞു തന്നെ എംബ്രോയിഡറി വരും. കൂടുതലും യങ്സ്റ്റേഴ്സ് ഒക്കെ പ്രിഫർ ചെയ്യുന്ന വൺ സൈഡ് ആയിട്ട് ഇടാനായിരിക്കും, വൺ ഫ്ലീറ്റഡ് ആയിട്ട് ഇടാനായിരിക്കും. അങ്ങനെ ഇട്ടാലും നല്ലൊരു എലഗന്റ് ലുക്കുള്ള ഒരു സാരി തന്നെയാണ്. പിന്നെ ഓഫ് കോഴ്സ് പിങ്ക് ഷെയ്ഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നല്ല ബ്രൈറ്റർ ഷെയ്ഡാണ്, എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുകയും അതുപോലെ നന്നായിട്ട് മൂവിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. അതുപോലെ ഇതിന്റെ ബ്ലൗസ് വരുമ്പോഴത്തേനും ഈ ഒരു പാറ്റേണിൽ ഇതിന്റെ ബ്ലൗസ് വരുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു നമ്മൾ ഓൾറെഡി ആ എംബ്രോയിഡറി കൊടുത്തിട്ടിരിക്കുന്ന ആ ഒരു ക്രീം ഷെയ്ഡിൽ ചെറിയ ചെറിയ മോട്ടീവ്സ് വരുന്നത് പോലെ ഫുൾ ബോഡിയിൽ, ബോർഡർ ഇല്ലാതെ ഫുൾ ബോഡിയിലും ഈ ഒരു മോട്ടീവ്സ് വരുന്നത് പോലെ ഇതിനകത്തെ ആ ഒരു ബ്ലൗസ് വന്നിരിക്കുന്നത്. ഈ ഒരു ബ്ലൗസ് വെച്ചിട്ട് പെയർ ചെയ്യുമ്പോഴത്തേനും സാരിയിൽ ഹെവി വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ബ്ലൗസ് ആയിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ഇത് ഫുൾ ബോഡിയിലും ഇതുപോലെ ആ ഒരു വർക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേണിലുള്ള ബ്ലൗസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ഒരു നെക്സ്റ്റ് ഒരു കളർ ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു പീച്ച് ഷെയ്ഡാണ്. പീച്ച് ഷെയ്ഡ് ഓൾറെഡി നമുക്ക് ലാസ്റ്റ് ടൈം നമുക്ക് സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ്. നല്ലൊരു ഭംഗിയുള്ള, ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിച്ച് വിളിച്ചൊരു ഷെയ്ഡ് തന്നെയായിരുന്നു പീച്ച് ഷെയ്ഡ്. ഒന്നാമത്തെ കാര്യം, പീച്ചൊക്കെ എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ട്, മീൻസ് എല്ലാവർക്കും ഒക്കെ ചേരുന്ന പോലത്തെ ഒരു കളറുമാണ്. അതുപോലെ എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും പ്രിഫർ ചെയ്യുന്ന പോലത്തെ ഒരു കളറാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരും നമ്മുടെ അടുത്ത് ഈ ഒരു പീച്ച് ഷെയ്ഡ് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ ഓൾറെഡി നേരത്തെയും പറഞ്ഞിട്ടുള്ള നമ്മൾ പീച്ച് സാരീസിന്റെ ഒക്കെ വീഡിയോസ് നേരത്തെ ഇട്ടപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കൂടുതലും ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഒരു ടീം, ഒരു കളറൊക്കെ ആയിട്ട് ഒരു തീം സെലക്ട് ചെയ്യുന്ന സമയത്ത് മെജോറിറ്റി ആൾക്കാരും ചൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് ഈ പീച്ച്, അതുപോലെ നമ്മുടെ അക്വ ഗ്രീൻ, അങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ. ഒന്നാമത്തെ കാര്യം, ആ ഷെയ്ഡ്സ് എല്ലാവർക്കും സ്യൂട്ട് ആകും. തന്നെയല്ല നമുക്ക് നല്ല ഒരു എലഗന്റ് ലുക്ക് ആയിരിക്കും നമ്മൾ അത് ഉടുത്ത് കഴിയുമ്പോഴത്തേനും. അതായത് ഈ പീച്ചൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ നമ്മളെ നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്ന കളേഴ്സാണ്, നമുക്കൂടെ ഒരു ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടുന്ന പോലത്തെ കളേഴ്സാ. ആ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു കളേഴ്സിൽ വരുന്ന ഈ ഒരു പീച്ച് ഷെയ്ഡ്, അതിനകത്ത് ഈ ഒരു ഒലിവ് ഗ്രീനും ക്രീമും ആ പീച്ചിന്റെ സെൽഫ് കളറും ഒക്കെ കൂടെ ഉള്ള വർക്ക് കൂടെ വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമ്മൾ ഉടുത്ത് ഫിനിഷ് ലുക്ക് നല്ലൊരു ഭംഗിയായിരിക്കും. ഇതിൻ്റെ കൂടെ സിമ്പിൾ ആയിട്ടുള്ള ആക്സസറീസ് കൂടെ ഒക്കെ ഇട്ടാൽ നമുക്ക് ഒരു ഫംഗ്ഷന് പോകാനുള്ള പെർഫെക്റ്റ് ഔട്ട്ഫിറ്റ് തന്നെയാകും. അപ്പം നമ്മുടെ കയ്യിൽ ഇത് രണ്ടാമത്തെ ഷെയ്ഡായിട്ട് പീച്ചാണ് ഉള്ളത്. നെക്സ്റ്റ് നമ്മുടെ കയ്യിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് വരുന്നത് ഈ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. സ്കൈ ബ്ലൂവും ഈ പറഞ്ഞ പോലെ ഒത്തിരി ആൾക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. നമുക്ക് ഒത്തിരി എൻക്വയറീസ് ഒക്കെ നോർമലി സാരീസിൽ കിട്ടാറുള്ളൊരു ഷെയ്ഡാണ് സ്കൈ ബ്ലൂ. നമുക്ക് പുതുതായിട്ട് വന്നത്, അതായത് സ്കൈ ബ്ലൂ ഓർഗൻസയിൽ വരുമ്പം ഒത്തിരി ഒരു ബ്രൈറ്റർ ആയിട്ടുള്ള സ്കൈ ബ്ലൂ അല്ല വരുന്നത്, എന്നാലും അത്യാവശ്യം ഒരു കുറച്ചൊരു ഓർഗൻസ മെറ്റീരിയലിന്റെ ഒരു ഇത് കൊണ്ട് സ്കൈ ബ്ലൂ അറിയായിരിക്കും. നമുക്ക് കുറച്ചും കൂടി ഒരു ലൈറ്റർ വേർഷൻ ഓഫ് സ്കൈ ബ്ലൂ വരുന്നത്. അത് ആ മെറ്റീരിയലിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. നമുക്ക് ജോർജറ്റിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഓർഗൻസയിലൊക്കെ ആകുമ്പോഴും ലൈറ്റ് ഷെയ്ഡ്സ് വരുമ്പോൾ കുറച്ചുകൂടി ലൈറ്റർ ആയിട്ട് വരുന്നത്.
അങ്ങനെ കുറച്ചുകൂടി ലൈറ്റർ ആയിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഡാർക്ക് ആയിട്ട് തന്നെ ഇതിന്റെ ഈ ഒരു ബ്ലൂ എംബ്രോയിഡറി വരുമ്പോഴത്തേനും അത് നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ വരുമല്ലോ. ത്രെഡ് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് സ്കൈ ബ്ലൂവിൽ വരുമ്പോഴത്തേനും ഈ ഒരു ലൈറ്റ് സ്കൈ ബ്ലൂവും ഡാർക്ക് സ്കൈ ബ്ലൂവും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ഈ ഒരു സാരിയിൽ നന്നായിട്ട് എറിച്ച് കാണാൻ പറ്റും. അതുപോലെ ഈ ഒരു ഒലിവ് ഗ്രീൻ കളറും ഒരു ക്രീം കളറിലെ ആ ഒരു എംബ്രോയിഡറിയും പിന്നെ ഈ ബോർഡറിൽ കൂടെ ഉള്ള ഈ കട്ട് വർക്കും ഒക്കെ നന്നായിട്ട് തന്നെ ഈ ഒരു സാരിയിലും എൻഹാൻസ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഇതിന്റെ ആ മുന്താണി പോർഷൻ ഇത് വരുന്നത്. ഫുൾ ബോർഡറിലും ഈ ഒരു എംബ്രോയിഡറി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഈ സാരീസിനെല്ലാം വരുന്നുണ്ട്. നമുക്കിത് ഫ്ലീറ്റഡ് ആയിട്ടാ വേണ്ടെങ്കിൽ അങ്ങനെ ഉടുക്കാം, അല്ല 1 ഫ്ലീറ്റ്സിൽ ഇട്ട് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ ഒരു ഇതിന്റെ കൂടെ വരുന്ന അറ്റാച്ച്ഡ് ബ്ലൗസ് പെയർ ചെയ്യണം എന്ന് ആഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ വേറെ ബ്ലൗസ്, അതായത് ഇപ്പൊ വേണമെങ്കിൽ കോൺട്രാസ്റ്റ് കളേഴ്സ് ബ്ലൗസോ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഇതുപോലത്തെ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ബ്ലൗസോ ഒക്കെ വെച്ച് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. കാരണം വെച്ചാൽ ഈ സാരി നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു എപ്പോഴും നമ്മുടെ വാർഡ്രോബിൽ നമുക്ക് എപ്പോഴും ഒരു അസറ്റ് ആയിട്ടിരിക്കുന്ന പോലത്തെ ഒരു സാരി. കാരണം നമുക്ക് എംബ്രോയിഡറി വർക്ക്സ്, കട്ട് വർക്ക് എന്നൊക്കെ പറയുന്ന ഒരിക്കലും ഔട്ട്ഡേറ്റ് ആവുന്ന പാറ്റേൺസ് അല്ല. എപ്പോഴും അത് കുറച്ച് നാളത്തേക്കിനൊന്നും മാറി നിന്നാലും വീണ്ടും അത് വരും, കട്ട് വർക്ക് പാറ്റേൺസ്, എംബ്രോയിഡറി വർക്ക്സ് ഒക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സാരീസ് വാങ്ങിച്ചാൽ ഇപ്പോൾ ഒരു ഫംഗ്ഷന് വേണ്ടി നമ്മൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു 1 ടൈം യൂസ് മാത്രമായിരിക്കില്ല, നമുക്ക് വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് ഒത്തിരി ഓപ്ഷൻസ് കിട്ടുന്ന പോലത്തെ സാരീസ് ഈ ഒരു എംബ്രോയിഡറി ഡിസൈൻസ് വരുന്ന സാരീസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫംഗ്ഷനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റും ഇങ്ങനത്തെ സാരി കളക്ഷൻസ്. ഈ സാരീസിന്റെ എല്ലാം പ്രൈസ് വരുന്നത് 3250 rupees ആണ്. അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഈ ഒരു 3 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ ഏത് ഷെയ്ഡ്സാ വേണ്ടതെന്നുള്ളതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചാൽ മതി.
അപ്പോൾ ഈ കാണിച്ച സാരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും നമ്മൾ ഇതുപോലത്തെ പുതിയ സാരീസുമായിട്ട് ഹാൻഡ് പിക്ക് കളക്ഷൻസ് ആണെങ്കിലും പുതിയ പുതിയ ഹാൻഡ് എംബ്രോയിഡറി കളക്ഷൻസ് ആണെങ്കിലും മിഷൻ എംബ്രോയിഡറി കളക്ഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ ചാനലിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി കളക്ഷൻസ് നമ്മൾ വീക്ക്ലി വൺസ് ആയിട്ടാണ് കാണിക്കുന്നത്. ബാക്കി ദിവസങ്ങളിലൊക്കെ നമ്മൾ ഹാൻഡ് പിക്ക് കളക്ഷൻസും നമ്മുടെ മിഷൻ എംബ്രോയിഡറി കളക്ഷൻസും കാണിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മുടെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.